ഇതിന്റെ ഒരു മാതൃക പണ്ട് കണ്ടതാണ് ഈ കോലീബി എവിടെ ഞങ്ങൾ ചവിട്ടുന്നത് ബേപ്പൂരിൽ. അതാ പറയും. ഈ സ്ഥലത്ത് ഒരു പെട്ടെന്ന് പാൻ പറ്റുണ്ട്. അല്ലല്ല ബേപ്പൂരിന്റെ മണ്ണ് ചവിട്ടിയിട്ട് ഡീലിനെ കുറിച്ച് പറയുമ്പോ കോലീബി കണ്ട മണ്ണാണിത്. കോൺഗ്രസ്, ലീഗ്, BJP, ഡോക്ടർ മാധവൻകുട്ടി, ശ്രീ KG മാരാരുടെ ആത്മകഥയിലുണ്ട് ഡീലിനെ പറ്റി 40 മണ്ഡലങ്ങൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ എടുത്താൽ നിയമത്തെ അക്കൗണ്ട് തുറന്നത് വരെ BJP നിയമസഭയിൽ നിയമത്തിലൂടെ അക്കൗണ്ട് തുറന്നത് വരെ നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് BJPയെ സഹായിച്ചത്? കോൺഗ്രസിനെ പ്രതീക്ഷയോടെ വിജയിപ്പിച്ച കർണാടക, BJPക്കെതിരെ ഒരു ഗവൺമെന്റ് വരട്ടെ എന്ന് പ്രതീക്ഷിച്ച് വിജയിപ്പിച്ച കർണാടകയിൽ ബുൾഡോസർ കൊണ്ടല്ലേ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകൾ തകർക്കുന്നത്? എന്തേ കേരളത്തിലെ ഇല്ലാത്തത്? ഇടതുപക്ഷമുള്ളതുകൊണ്ടാ? ശബ്ദമില്ലാത്തതുകൊണ്ട് അധികം പറയുന്നില്ല. ഇടതുപക്ഷമുള്ളതുകൊണ്ടാ? എന്തേ അവിടെയൊക്കെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഇല്ലാതിരിക്കുന്നത്? ഇടതുപക്ഷമുള്ളതുകൊണ്ടാ? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അജണ്ടയെ വഴിമാറ്റാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നാലൊന്നും ജനം സ്വീകരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ബേപ്പൂരില് ഞങ്ങളെ മുമ്പിൽ ഒറ്റ വിഷയമുള്ളൂ. ഇത് അമിത ആത്മവിശ്വാസത്തിലോ അഹങ്കാരത്തിലോ പറയല്ല. ഒറ്റ വിഷയം. 2021 സർവകാല റെക്കോർഡ് LDFന്റെ വോട്ട് 82,000 മറികടക്കണം. അത് ഞങ്ങൾ മറികടക്കും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇടപെടുന്നത്. ഇത് അഹങ്കാരം കൊണ്ടോ അമിത ആത്മവിശ്വാസം കൊണ്ടോ പറയുന്നില്ല. ജനങ്ങളുമായി ദൈനംദിനം ബന്ധപ്പെടുമ്പോൾ അതിലൂടെ മനസ്സിലാവുന്ന കാര്യമാണ്. എല്ലാവരും വോട്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത്തവണ വോട്ട് ലഭിക്കും. അതോടൊപ്പം പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി, രാഷ്ട്രീയ വിശ്വാസ്യത ബേപ്പൂര് തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട കൂടിയാണ്. അപ്പോൾ എല്ലാ നിലയിലും സർവകാല റെക്കോർഡ് വോട്ട് വാങ്ങുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തും. താങ്ക് യു. ശബ്ദം വേണം ശരിയാവാൻ. സാറല്ലേ, എന്താ എൻ്റെ പേര്? മുഹമ്മദ് നഈം.